പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, 2026 പെന്തക്കൊസ്ത തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. ഒരു ചെറിയ സന്ദേശവും ആശീർവാദവും ഒക്കെ തരുവാനാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ജെറുസലമിലെ പെന്തക്കൊസ്ത, നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ എപ്രകാരം 120 പേർ മാതാവിനോടും അപ്പസ്തോലന്മാരോടും ആദ്യ ശിഷ്യന്മാരും കൂടി ഇരുന്നപ്പോൾ തീനാക്കളുടെ രൂപത്തിൽ വന്നു. അങ്ങനെ ഒരു സമൂഹമുണ്ടായി. പിന്നീട് അവർ ഒന്നിച്ചു ചേർന്ന് വചനം പഠിക്കുകയും അപ്പം മുറിക്കൽ ശുശ്രൂഷ അഥവാ വിശുദ്ധ കുർബാന ഇതിലൊക്കെ മുഴുകി, അതുപോലെ തങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ പൊതുവായി കരുതിക്കൊണ്ട് സ്വന്തമായി കരുതാതെ മറ്റവർക്ക് ആവശ്യമുള്ളത് കൊടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിത ശൈലി ആരംഭിച്ചു. അതിനെയാണ് സഭ, തിരുസഭ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആരംഭം ഭൗമികമായിട്ട് പുറമെ ഉണ്ടായതാണ് പെന്തക്കൊസ്ത, ആ ജെറുസലേമിലെ പെന്തക്കൊസ്ത. അതിന് മുമ്പ് അതിൻ്റെ സജീവമായിട്ടുള്ള ലീഡേഴ്സ്, നയിക്കേണ്ടവർക്ക് ആത്മാവിനെ ഊതി നൽകി നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണം, യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 21 വചനങ്ങൾ, 21 മുതൽ 23 വരെ വചനങ്ങൾ. യേശു വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇത് അപ്പസ്തോലന്മാർ മാത്രം ഉണ്ടായിരുന്നപ്പോൾ കർത്താവ് ചെയ്തതാണ്. ആത്മാവിനെ ഊതിക്കൊണ്ട് നൽകി. നമ്മൾ ഓർക്കണം, മനുഷ്യനെ രൂപം കൊടുത്തതും മനുഷ്യനെ ഉണ്ടാക്കി മൂക്കിലൂടെ ഊതിക്കൊണ്ടാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ചില പ്രാർത്ഥനകളിലൊക്കെ മാർപ്പാപ്പ അഥവാ മെത്രാന്മാരൊക്കെ പ്രത്യേകിച്ച് തൈലം, പൂശാനുള്ള തൈലങ്ങളൊക്കെ വെഞ്ചരിക്കുമ്പോൾ ഊരാറുണ്ട്. ഞാനും പലപ്പോഴും ഏതെങ്കിലും വെഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഊരാറുണ്ട്. അപ്പോൾ ഊറിക്കൊണ്ട് നൽകി പറഞ്ഞു, ഏറ്റവും പരമപ്രധാനമായ കാര്യം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. അപ്പോൾ പാപം ക്ഷമിക്കാനായിട്ടുള്ള അധികാരം കൊടുക്കുകയാണ് എല്ലാ അധികാരവുമുള്ള കർത്താവ്. കർത്താവ് പറഞ്ഞല്ലോ, ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പോയി ലോകത്തെ മുഴുവൻ ശിഷ്യപ്പെടുത്തുവിൻ. നമ്മൾ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വചനത്തിൽ. അപ്പോൾ ഈ അധികാരം അപ്പസ്തോലന്മാരെ ഔദ്യോഗികമായിട്ട് ഏൽപ്പിക്കുന്നു. അതിനുശേഷമാണ് ജെറുസലേം പെന്തക്കൊസ്ത. ഇതൊക്കെയാണ് നമ്മൾ ഈ തിരുനാളിൽ ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം. എന്നാൽ ആഴമായിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഓർക്കും, യഥാർത്ഥ പെന്തക്കൊസ്ത എവിടെയാണ് സംഭവിച്ചത്? ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് കൊണ്ടുവരുന്നത് ഇതാണ്. യഥാർത്ഥ പെന്തക്കൊസ്ത ഉണ്ടായത് അഥവാ സംഭവിച്ചത് യേശുക്രിസ്തുവിൻ്റെ ഹൃദയം കാൽവരിയിൽ പിളർക്കപ്പെട്ടപ്പോൾ ആണ്. നമുക്കതിന് സാധിക്കും അവിടെ എന്ത് സംഭവിച്ചുവെന്ന്. ഞാൻ അത് വിശദീകരിക്കട്ടെ. അതാണ് ഞാൻ ആദ്യ പെന്തക്കൊസ്ത എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ വരവ് ദൈവരാജ്യം നൽകുവാനായിരുന്നു നമുക്കറിയാം. അനുദപിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ അവനിൽ വിശ്വസിച്ച്, അതായത് സുവിശേഷത്തിൽ വിശ്വസിച്ച്, സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവാണ്, കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യത്തിലായിരിക്കണം. അത് അടുത്തിട്ടുണ്ട്, അതിനെ അനുദപിക്കണം. ഇതെല്ലാം പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നു മർക്കോസ് അധ്യായം 1:15. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇനിയും കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം ഈ ദൈവാനുഭവം, ഈ ദൈവരാജ്യ അനുഭവം നിങ്ങൾക്കും എനിക്കും തരുവാനാണ്. ഈ ദൈവരാജ്യം എന്ത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷവും ആണ് എന്ന് വ്യക്തമായിട്ട് റോമ 14:17 നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയാണ് യേശു വന്നത്, ഈ രാജ്യം സ്ഥാപിക്കുവാൻ. ഈ രാജ്യം ആത്മാവിലൂടെയാണ് കൈവരുന്നത്. നമുക്കറിയാം, ഈശോ താൻ രാജാവാണ് എന്ന് അരമനയിൽ വെച്ച്, പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് പരസ്യമായിട്ട് പറഞ്ഞു. നീ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ
അതെ, ഞാൻ രാജാവാണ്, ഇതിനു വേണ്ടിയാണ് വന്നത്, ഇതിനു വേണ്ടിയാണ് ജനിച്ചത് എന്ന് പറഞ്ഞാൽ അത് ഒരു രാജ്യം സ്ഥാപിക്കുവാൻ. അത് ഐഹികമല്ല എന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു. ഈ ലോകപരമായിട്ടുള്ള അല്ല. അത് തീറ്റയോ കുടിയോ ഭൗമികമായ സമ്പത്തോ ഭൗമികമായ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതോ അല്ല. പിന്നെയോ അഭൗമികമായ ആത്മീയമായ ഒരു കൂട്ടായ്മ. ആ ദൈവരാജ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു രാജാവും താൻ ആത്മാവിലൂടെ ഭരിക്കുന്നതുമായ ഒരു ജനത ഉണ്ടാക്കുക. ഇത് ഉണ്ടാകുന്നത് ഞാൻ പറയും പ്രിയപ്പെട്ടവരെ, ആ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ആണ്. നാം ആലോചിച്ച് നോക്കി നമുക്ക് കാണാൻ സാധിക്കും അത് അവിടെ വെച്ച് എന്തൊക്കെ സംഭവിച്ചു. ആ കുരിശുമരണത്തിൻ്റെ സമയത്ത് ആ രാജ്യത്തിൻ്റെ ആ സ്ഥാപനം നമുക്ക് കാണാൻ സാധിക്കും. 27-ാം അധ്യായം മത്തായി എഴുതിയ വിശേഷത്തിൽ കാണാൻ സാധിക്കും. അത് ഈശോ എപ്രകാരം അവിടെ സഹനങ്ങൾ സഹിച്ച് 3 ആണികളിൽ കിടക്കുന്നു. പടയാളികൾ ഒരുവൻ വന്ന് കുന്തം കൊണ്ട് തുറക്കുന്നു. അപ്പോൾ ജലവും അതുപോലെ രക്തവും ഒഴുകുന്നു. അത് തിരശ്ശീല 2ആയിട്ട് കീറപ്പെടുന്നു. അതിനുശേഷം കാണാൻ സാധിക്കും വലിയ വലിയ സംഭവങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആണ്. അതായത് ആ സമയത്താണ് അത് മാളുകൾ മാറത്തടിച്ച് കരഞ്ഞത്. നമ്മൾ വായിക്കുന്നു ലൂക്ക 23-ാം അധ്യായം 48 വചനത്തിൽ. എന്ന് പറഞ്ഞാൽ അനുതാപം ആണ്. മാത്രമല്ല നമ്മൾ കാണുന്നത് അതായത് നെഞ്ചത്ത് അടിച്ച് കരഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രമാത്രം ദുഃഖത്തോടെ വിലപിച്ചു ആ കുരിശിൻ്റെ ചുവട്ട് വെച്ച് അനുദപിച്ചുകൊണ്ട്. ഇനിയും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി സുവിശേഷം 27 ഗലീലായിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവന് ശുശ്രൂഷ ചെയ്തിരുന്നവരുമായ അനേകം സ്ത്രീകൾ, മഗ്ദലന മറിയം, യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും അമ്മയായ മറിയം, ശബരിപുത്രന്മാരുടെ അമ്മയായ സലോമി, ഇങ്ങനെ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ശരാധിപൻ എന്ന് പറഞ്ഞാൽ 100 പട്ടാളക്കാരുടെ ഒരു അധിപനാണ്, ഒരു നേതാവാണ്, ലീഡറാണ്. അപ്പോൾ അവരെ 100 പേരും മാനസാന്തരപ്പെട്ട് ഇവൻ സത്യമായിട്ടും ജീവിക്കുന്ന കർത്താവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഏറ്റുപറഞ്ഞു. ആ ചെസറിയ ഫിലിപ്പിൽ വെച്ച് എപ്രകാരം പത്രോസ് ഏറ്റുപറഞ്ഞു, അതുപോലെ ഈ 100-ൽ പരം ആളുകൾ ഏറ്റുപറഞ്ഞു സത്യമായും അവൻ ദൈവപുത്രനാണ് എന്ന്. അങ്ങനെ ഒരു സഭ ആരംഭിക്കുന്ന അവിടെയാണ്. ഇവിടെയാണ് അത് ആത്മാവിൻ്റെ കൃപ അത് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കുത്തി മുറിവേച്ചവനെ നോക്കി എന്ന്. അതാ സഖറിയ പ്രവാചകൻ അധ്യായത്തിൽ സഖറിയ പ്രവാചകൻ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുന്നു. താൻ കുത്തിമുറിവേച്ചവരെ തങ്ങൾ കുത്തിമുറിവേറ്റവരെ തുറിച്ചു നോക്കി അഥവാ ഉറ്റുനോക്കി എന്ന്. ഞാൻ ആ ഭാഗം വായിക്കട്ടെ. സഖറിയ പ്രവാചകൻ അധ്യായം 12:10. ഞാൻ ദാവീദിൻ്റെ ഭവനത്തിൻ്റെയും ജെറൂസലം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ കരയും, ആദ്യജാതന എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. ഇനിയും പറയാൻ തുടർന്ന്, അന്ന് ഹൃദയമോസിനെ പോലെ മെഗീദോ സമതലത്തിലുണ്ടായ വിലാപം പോലെ ജെറൂസലം വിലപിക്കും. ദേശത്ത് ഓരോ ഭവനവും പ്രത്യേകം വിലപിക്കും. ദാവീദ് ഭവനവും അവരുടെ സ്ത്രീകളും, മാത്താൻ ഭവനവും അവരുടെ സ്ത്രീകളും, ലേവി ഭവനവും അവരുടെ സ്ത്രീകളും, ഷെമിയ ഭവനവും അവരുടെ സ്ത്രീകളും, മറ്റു ഭവനങ്ങളും അവരുടെ സ്ത്രീകളും പ്രത്യേകം വിലപിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. ഇന്നൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഈ വിലാപം. അതിനെ തുടർന്ന് 13-ാം അധ്യായം പറയുന്നു, പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറൂസലം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ അന്ന് ഒരുറവ പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഞാൻ പറയുമ്പോൾ ആ കുരിശിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോകുന്നത്. അവിടെ നിന്നാണ് ആ ജീവൻ്റെ ജലം ഒഴുകുകയാണ്, ആ ജീവൻ്റെ രക്തം ഒഴുകുകയാണ്. പാപം മൂലം മൃതരായവരെ ജീവിപ്പിക്കാനുള്ള ആ രക്തം ജീവനാണ്, ഒഴുകുകയാണ്. ആ രക്തത്തിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നു മനുഷ്യൻ. അവിടാണ് യഥാർത്ഥ മെസ്സൈദ.
അവിടെയാണ് ശുദ്ധീകരണം യഥാർത്ഥത്തിൽ നടക്കുന്നത്. പരിശുദ്ധാത്മാവ് അവന് നിറയുകയാണ്. അതായത് രക്ഷ നൽകുന്ന, മനുഷ്യരെ ദൈവമക്കളാക്കുന്ന, വിശുദ്ധീകരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ഒഴുകുന്നു. ജീവജലം എന്ന് പറയുന്നിടത്തെല്ലാം അതാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് കർത്താവ് പരസ്യമായിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് പാനം ചെയ്യട്ടെ. താൻ നൽകാനിരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് യോഹന്നാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ 7:39. ഇത് സംഭവിക്കുന്നത് ആ മാരിടം, കർത്താവിൻ്റെ മാരിടം തുറക്കപ്പെട്ടപ്പോൾ, ആ ജീവജലവും രക്തവും ഒഴുകപ്പെട്ടപ്പോൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ നാം കാണുന്ന എന്താണ്? വലിയ ഒരു അരാജകത്വത്തിൻ്റെ ആത്മാവ് ഇന്ന് ലോകത്തിൽ മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആധ്യാത്മിക, സാമൂഹിക, രാഷ്ട്രീയ അരാജകത്വമല്ലേ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ അരാജകത്വം മാറി ലഭിക്കണമെങ്കിൽ, അത് മാറ്റപ്പെടണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം എന്നതുകൂടി നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കേണ്ടതാണ്. നമ്മൾ വായിക്കുന്നുണ്ട് 1 തെസ്സലോണിയൻസ്, നമുക്കെല്ലാം പരിചിതമായൊരു ഭാഗമാണ്. തെസ്സലോനിക്കായ്ക്ക് പൗലോസ്യ ലേഖനത്തിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 7 മുതൽ വചനങ്ങൾ, അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശാസ്യമാക്കുകയും ചെയ്യും. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളത്തോടും അത്ഭുതങ്ങളോടും സത്യത്തെ സഹിക്കുവാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുന്നതിനാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതിയോടുകൂടെയുമായിരിക്കും. ശ്രദ്ധിക്കേണ്ട വചനമാണ് മക്കളെ. ചിന്തിക്കണമേ. എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടുകൂടിയായിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചുകൊണ്ട് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായി തീരും. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ വളരെയധികം ചിന്തിക്കേണ്ട ഒരു വചനമാണിത്. ഏറെ അരാജകത്വം എവിടെ നോക്കിയാലും കാണുന്നത് ഈ അരാജകത്വത്തിൻ്റെ ഒരു ആത്മാവിനെയാണ്. നീതിയില്ല, സത്യമില്ല, എല്ലായിടത്തും മറച്ചു വയ്ക്കുക, മൂടി വയ്ക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കുക, അവരെ ചൂഷണം ചെയ്യുക, കൊല ചെയ്യുക. ഇപ്പോഴാണെങ്കിലോ ഒന്നിനു പുറകെ യുദ്ധം ചെയ്ത് ലോകത്തെ നാശത്തിൻ്റെ വക്കലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഈ പെന്തക്കൊസ്ത പുനരാവർത്തിക്കേണ്ടത്. അതിന് ആ കുരിശിൻ ചുവട്ടിലേക്കാണ് വരേണ്ടത്. ജെറൂസലേം നിവാസികളുടെ മേലും ദാവീദിന്റെ ഭവനത്തിന് മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും ചൊരിയുന്ന ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കർത്താവിൻ്റെ അടുക്കലേക്ക് വരേണ്ടത്. അവിടെയാണ് ആ പെന്തക്കൊസ്ത യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. നമുക്ക് സ്വാതന്ത്ര്യം വേണം, സന്തോഷം വേണം, സമാധാനം വേണം. ഇങ്ങനെ ഒരു കൂട്ടരാണ് സത്യത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഈ ഇപ്പോൾ നടക്കുന്ന എല്ലാവിധ ഈ കൊള്ളക്കങ്ങൾക്കും അതീതമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ശൂന്യതയിൽ പരിശുദ്ധാത്മാവ് ഊറിക്കൊണ്ട് എങ്ങനെ ഭൂമിക്കും അതുപോലെ ലോകത്തിന് മുഴുവനും ഷേപ്പ് കൊടുത്തു, എങ്ങനെ ഭൂമിയെയും അതിലെ നിവാസികളെയും വസ്തുക്കളെയും സൃഷ്ടിച്ചു. ഈ ആത്മാവ് ഇന്നും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലമായിട്ട് തത്തിക്കളിക്കുന്നുണ്ട്, ഇവിടെയുണ്ട്. ആ ആത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് ഉജ്ജ്വലിപ്പിക്കുന്നുണ്ട്. അത് മറക്കരുത്. ആ ജീവജലത്തിൻ്റെ പ്രസരണത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അവിടെയാണ് മാറത്തടിച്ച് പാപങ്ങളെ ഓർത്ത് നമ്മൾ വിലപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. പത്രോശ്ലീഹ നമുക്കറിയാം, 1-ാമത്തെ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ ജീവജലമാകുന്ന പരിശുദ്ധാത്മാവും ആ ജീവൻ തന്നെയാകുന്ന ആ രക്തവും, നമ്മളെല്ലാം പാപം വഴി മൃതരായിരുന്നു, നമ്മളെ ജീവിപ്പിക്കാനായിട്ടാണ് ഈശോ വന്നത്.
വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോഹന്നാൻ 14:6. അപ്പോൾ ആ ജീവൻ ഒഴുകുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പത്രോശ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം വചനം 3 പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയമായ കളങ്കരഹിതമായ ഒടുങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ നിക്കോദേമോസ് കൊണ്ട് പറയുന്ന പോലെ നീ ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ, ജലത്താലും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇതിനാണ് ഈശോ വന്നത്. അപ്പം ആ സ്വർഗരാജ്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഭാഗം, അങ്ങനെ ഒരു ജനതയെ വാർത്തെടുക്കുക. ആ ജനതയെപ്പറ്റിയും 1:10 പറയുന്നത് പോലെ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും വിശുദ്ധ ജനതയും രാജകീയ പുരോഹിത ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതൊന്നും മറക്കരുത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ, ആത്മാവിനെ സ്വീകരിച്ചവരുടെ, രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം. കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ദൈവീയ ജീവനിൽ ദൈവരാജ്യത്തിൽ അംഗങ്ങളായി നേടിയവരാണ്, ആയിക്കഴിഞ്ഞവരാണ്. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, പ്രത്യേക വ്യക്തികളാണ്, മറക്കരുത്. ദൈവത്തിന് സ്വന്തം ജനമാണ്, മറക്കരുത്. ആത്മാവിൽ പൂരിതരായിട്ട് രാജകീയ പുരോഹിത ജനമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കുരിശിൽ അർപ്പിക്കപ്പെട്ട ബലി അനുദിനം അർപ്പിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. മറക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് 2 പത്രോസിൽ അധ്യായം 1:4 വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ ജീവജലവും ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജീവരക്തവും എന്താണ് നമ്മൾ സംഭവിപ്പിക്കുന്നത് എന്ന്, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ കാണുന്ന എന്താണ്? ദുരാശ മൂലം ഉള്ള ലോകത്തിലെ കെടുതികളാണ്. മനുഷ്യൻ്റെ ദുരാശകളല്ലേ ഈ യുദ്ധത്തിലേക്ക്, ഈ കെടുതികളിലേക്ക് ജനതയെ വലിച്ചിഴക്കുന്നത്. നമുക്കറിയാം, ഒന്നെങ്കിൽ രാജ്യം സ്വന്തമാക്കണം, ആ രാജ്യം വിസ്തൃതമാക്കണം, വേറെ ഭൗമികമായിട്ടുള്ളത്, സ്വത്തുണ്ടാക്കണം, പെട്രോൾ വേണം, അല്ലെങ്കിൽ അവിടുത്തെ പണം വേണം. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള, അതായത് 2 വലിയ തിന്മ, 2 വലിയ പിശാചുക്കൾ. ഒന്ന് രാജകീയമായി തീരണം, ഞങ്ങൾ വലിയവരായി തീരണം എന്നുള്ള ആ മോഹം, അത് ഇന്ന് പ്രധാനമന്ത്രിമാരെ, രാജാക്കന്മാരെ, രാഷ്ട്രീയക്കാരെ എല്ലാം ബാധിച്ചിരിക്കുകയാണ്. പവർ മാത്രമല്ല പണം എങ്ങനെ സമ്പാദിക്കാം. ഈ 2 പിശാചുക്കൾ, അതായത് പണം എന്ന പിശാച്, അതുപോലെ തന്നെ ഭൗമികമായിട്ടുള്ള അഹങ്കാരത്തിൻ തിന്മയിൽ അധികാര ദുർമോഹം, ഇതെല്ലാം വന്ന് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദുരാശ മൂലം ഏറെ വിനാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കർത്താവായ യേശു ആത്മാവിലൂടെ, ഒരു പെന്തക്കോസ്തായിലൂടെ നമുക്ക് ഒരു പുതിയ ജീവൻ നൽകുകയാണ്. എന്തിന്? ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളാകുവാൻ. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ്, ഛായയിലാണ് എന്ന് പറഞ്ഞാൽ ദൈവം ആരാ? സ്നേഹം. അപ്പോൾ സ്നേഹത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം നന്മയാണ്, സർവ്വനന്മ സ്വരൂപിയാണ്. അപ്പം നന്മയുടെ ഒരു കൂട്ടായ്മ, നന്മ ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ്. മാത്രമല്ല വിശുദ്ധി, ദൈവത്തിൽ പരിലസിക്കുന്ന പുണ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ 3 സ്വഭാവം, സ്നേഹം, നന്മ, വിശുദ്ധി എന്നിവ നിറഞ്ഞ ജനങ്ങളെ ആ ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ രക്തത്തിലൂടെ കഴുകി ആത്മാവിൽ നിറച്ച് രൂപപ്പെടുത്തുന്ന ഈ പെന്തക്കോസ്ത അനുഭവം ഒരു ദിവസം ആഘോഷിക്കേണ്ടതല്ല, അനുദിനം പെന്തക്കോസ്ത ആഘോഷിക്കണം. ഇതാണ് സഭ എന്ന് പറയുന്നത്. പ്രിയ മക്കളെ, സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാണ് എന്ന് പറഞ്ഞാൽ ആ ഓരോരുത്തരും അവയവങ്ങളാണ്. വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് അധ്യായം 12:27, 12:12 ഓരോരുത്തരും അതിൽ അംഗങ്ങളാണ്, അവയവങ്ങളാണ്.
പരസ്പരം സ്നേഹിച്ച് ഭിന്നത കൂടാതെ തർക്കം കൂടാതെ പോകണം. ഈ ആത്മാവിനെയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നിന്നിലേക്ക് ഒഴുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഉദാഹരണമായിട്ട് റോമ 5:5. അപ്പോൾ ഈ സ്നേഹം നിറയുക, ദൈവസ്നേഹം, അത് പരസ്നേഹം, ഇത് രണ്ടും നമ്മളിലേക്ക് ഒഴുകുന്നതാണ് പെന്തക്കോസ്ത് അനുഭവം. അതിലൂടെ ഈ വിനാശങ്ങളെല്ലാം മാറും. അതിലൂടെ ദൈവജനം ആയിത്തീരും ഒരു കൂട്ടർ. പ്രിയപ്പെട്ടവരെ, അതാകുവാനാണ് കർത്താവ് സഭയെ സ്ഥാപിച്ചതും ആ സഭയുടെ നെടുന്തൂണായതും അതിന് നേതൃത്വം നൽകിയതുമെല്ലാം. എന്നാൽ ഇന്ന് സഭയിലും കാണുന്നത് വഴക്കും പിണക്കവും എല്ലാമാണ്. ജൂലാസ്ലിഹ തൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ, എവിടെ അടിപിടിയും ബഹളവും സ്നേഹമില്ലായ്മയും ഉണ്ടോ അവിടെ പരിശുദ്ധാത്മാവില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവില്ലാത്ത സഭ, അതുപോലെ പരിശുദ്ധാത്മാവില്ലാത്ത കൂട്ടായ്മകൾ, പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമാണ് കാണുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം മനസ്സിലാക്കണം. നിങ്ങളുടെ മഹത്തായ ജീവിതം എന്തെന്ന് മനസ്സിലാക്കണം. എന്തിനാണ് വിളിക്കപ്പെട്ടത്? തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം പുരോഹിത ഗണമായി തീരുവാൻ. അപ്പോൾ ആ ബോധ്യം ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ പെന്തക്കോസ്ത് തിരുനാളും ഒക്കെ ആഘോഷിക്കുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് പറയും, ഈ പെന്തക്കോസ്ത് നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ ബലിയിലാണ് അനുഭവിക്കേണ്ടത്. കാരണം 1 കൊരിന്ത്യർ 11:27 പറയുന്നത് പോലെ, നാം എപ്പോഴെല്ലാം അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനം ചെയ്യുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ അവിടുത്തെ മരണമാണ് പ്രഖ്യാപിക്കുന്നത്, പ്രഘോഷിക്കുന്നത്. അപ്പോൾ ആ മരണത്തിന് സമയത്താണ് തൻ്റെ ചങ്ക് പിളർന്നത്. അവിടെ വെച്ചാണ് ജീവജലമൊഴുകിയത്. അവിടെ വെച്ചാണ് ആ ജീവൻ്റെ രക്തമൊഴുകിയത്. അവിടെ വരണം, കുടിക്കണം, കഴുകണം, ശുദ്ധീകരിക്കപ്പെടണം, ആത്മാവിൽ നിറയണം, അഥവാ ആത്മാവിൽ സ്നാനപ്പെടണം. ആ ജീവിതത്തിലേക്ക് ഇന്ന് നമുക്കറിയാം, അരാജകത്വം നിറഞ്ഞിരിക്കുന്ന, എല്ലാവിധ അസ്വസ്ഥതകളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ കർത്താവ് വിളിക്കുകയാണ്, വരൂ എന്ന്. നമുക്ക് അരാജകത്വത്തിൻ്റെ ഈ അസ്വസ്ഥതയുടെ അല്ലെങ്കിൽ എല്ലാവിധ അസൂയയുടെയും പകയുടെയും വഞ്ചനയുടെയും ആത്മാവിനെതിരായി പോരാടണം. ഇതിനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ ഉത്ഥിതനായ കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 1:8. ഈ ശക്തിയാണ് നമ്മൾ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്ന് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇതാണ് സഭയിൽ ഇന്ന് ഓരോ കൂരാശകളിലൂടെയും നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ജ്ഞാനസ്ഥാനത്തിൽ വെച്ച് ഉത്ഭവഭാവവും എല്ലാ പാപങ്ങളും കഴുകിപ്പെട്ട് യേശുവിനോട് ഐക്യപ്പെടുന്നു. റോമ 6:3 അങ്ങനെ മൃതരായിരുന്നു നമ്മൾ ജീവനിലേക്ക് കടന്നു വരുന്നു. അതുപോലെ നമുക്കറിയാം, വിശുദ്ധ കുമ്പസാരം, പാപങ്ങൾ ഈശോ സഭയ്ക്ക് കൊടുത്ത, നമുക്കറിയാം മെത്രാന്മാർക്ക് വൈദികർക്ക് കൊടുത്ത ഔദ്യോഗികമായ അധികാരം, സർവ്വാധികാരമുള്ള കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും. ആത്മാവിനെ ഊടിക്കൊണ്ട് കൊടുത്തു. ഇത് നമ്മൾ അനുഭവിക്കുന്ന കൂരാശയിൽ. ഇനി വിശുദ്ധ കുർബാനയിലോ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ അവിടുത്തെ ശരീരവും രക്തവും വ്യക്തമായി കാണുന്നു, തൊടുന്നു, അനുഭവിക്കുന്നു, അഥവാ ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു. അവിടുത്തോടുകൂടി ഒന്നായി തീരുവാൻ ഈ ജീവിതമാണ് സ്വർഗരാജ്യത്തിൻ്റെ ജീവിതം. ഇവിടെ സന്തോഷമുണ്ട്. ഏതെല്ലാം വേദനകളുണ്ടായാലും, സങ്കടങ്ങളുണ്ടായാലും, രോഗങ്ങളുണ്ടായാലും, പ്രശ്നങ്ങളുണ്ടായാലും, പ്രതിസന്ധി ഉണ്ടായാലും, ഏതെല്ലാം എതിർപ്പുകളും ഒഴുക്കുകളും നമുക്കെതിരായി ഉണ്ടായാലും, അവിടെയെല്ലാം യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഇപ്രകാരം ഒരു ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ എന്ന് പറയുമ്പോൾ ഒരു മതജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മാവിനും സത്യത്തിലും യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ യേശുവിൽ വിശുദ്ധിയുടെ ഒരു ജീവിതം, നന്മയുടെ ഒരു ജീവിതം, സ്നേഹത്തിൻ്റെ ജീവിതം, ഇതാണ് ദൈവരാജ്യം. ഇന്ന് ആ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ഉണ്ട്. പക്ഷേ നമ്മൾ വിദൂരത്തിലല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരത്ത് നിൽക്കുകയാണ്, അകത്തേക്ക് കയറിയിട്ടില്ല. കാരണമെങ്കിൽ അനുതപിക്കണം. ഈ അനുതാപമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ തിന്മയിൽ നിന്ന് അകന്നുള്ള ഒരു ജീവിതം,
ഇപ്രകാരമുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് സ്നേഹരാഹിത്യത്തിൻ്റെതായ എല്ലാ തിന്മകളിൽ നിന്നും മാറിക്കൊണ്ട് കർത്താവിൽ ഐക്യപ്പെട്ട് സ്നേഹം നിറഞ്ഞ സമൂഹമായി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. അങ്ങനെ ഓരോ ബലിയിലൂടെയും നമുക്ക് ഈ ദൈവരാജ്യം അനുഭവിച്ചുകൊണ്ട് ശക്തരായി നമുക്ക് മുന്നോട്ട് കർത്താവ് കണിശമായിട്ട് നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 2026 പെന്തക്കോസ്തായുടെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു ഹൃദയപൂർവ്വം. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും അന്ന് ബലിയർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് വാക്ക് തരുന്നു. പരിശുദ്ധാത്മാവിനെ കടന്നു വരട്ടെ. ഇന്ന് നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ തിന്മകളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവിടെ നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകി ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട ദൈവത്തോടടുത്ത പരസ്പരം അടുത്ത അങ്ങനെ ഒരു ജീവിതം കർത്താവ് നമുക്ക് തന്നു. ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിൽ ആയിരിക്കാം. അങ്ങേ രാജ്യം വരണമേ എന്നും പ്രാർത്ഥിക്കുന്ന നമ്മൾ അങ്ങേ രാജ്യം വന്നു, കർത്താവ് തന്നു, അതിൽ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ആ ദൈവരാജ്യം യേശുക്രിസ്തുവിലാണ്. അത് പ്രത്യേകമായ 1 യോഹന്നാൻ അധ്യായം 5:11 പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യം അവിടുത്തെ ഏകപുത്രനായ യേശുക്രിസ്തുവിലാണ്. അവനെ സ്വന്തമാക്കുന്നവൻ ദൈവരാജ്യത്തിലാണ് സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവരാജ്യം ഇത് ഈ ലോകത്തിൽ വെച്ച് സംഭവിക്കേണ്ടതാണ്, മരിച്ചു കഴിഞ്ഞ് സംഭവിക്കേണ്ട ഒന്നല്ല. മരിച്ചു കഴിഞ്ഞതിൻ്റെ പൂർത്തീകരണമാണ്. നമുക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പടപൊരുതൽ മുന്നോട്ട് പോകാം, കരുത്താർജിക്കാം. ആ അമ്മയോടുകൂടെ പ്രാർത്ഥനയിൽ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി കാത്തിരുന്ന 120 പേരെ പോലെ ഏതാനും പേരേ ഉള്ളൂ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേര്. അതുപോലെ അത് കുറച്ചു പേരായിരിക്കട്ടെ നമ്മൾ റെമനന്റ് അവശേഷിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ്. ഈ ദിവസങ്ങളെല്ലാം അത് ഞാൻ പറയുകയുണ്ടായി. അവരെ കർത്താവ് ഈ പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് നയിക്കുകയാണ്. പ്രിയപ്പെട്ട ലോകം മുഴുവൻ ഒരു പെന്തക്കോസ്തയുടെ വലിയ ആഘോഷം പുറമേ നടത്തിയേക്കാം. ഇന്ന് പല പള്ളികളിലും ആരാധനയും അതുപോലെ മറ്റ് പ്രാർത്ഥനകളും കൊന്തയൊക്കെ കാണും. ഞാനതിനുപരിയായി അതിനധികമായി യേശുവിനടുത്ത് ആ ഹൃദയത്തിൽ ശാന്തമായി വന്ന് ആ ജീവൻ്റെ ജലത്തിലേക്ക് വരാൻ, അവിടെ കഴുകപ്പെടുവാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ, മാത്രമല്ല ആ രക്തത്താൽ പൂർണ്ണമായി ജീവൻ പ്രാപിക്കുന്നവർ നമ്മുടെ ഓരോ അണുക്കളും ജീവനുള്ളതായിത്തീരണം, സജീവരായിരിക്കണം, സജീവ ശിലകളായിരിക്കണം. സമൂഹത്തിൽ നമ്മൾ ചത്തവരായിരിക്കരുത്, ഉണങ്ങിപ്പോയവരോ ആകരുത്, ജീവനുള്ളവരായിത്തീരണം. അങ്ങനെ നമുക്ക് ഒഴുക്കിനെതിരെ നീന്താം, ശക്തരാക്കാം, വിജയം പ്രാപിക്കാം. ആ വിജയശ്രീ ലാളിതനായ യേശുക്രിസ്തു, രാജാതിരാജനായ യേശുക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. എല്ലാവർക്കും പെന്തക്കോസ്തായുടെ മംഗളങ്ങൾ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരെല്ലാം ഈ സന്ദേശം കേട്ടു അവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ പെന്തക്കോസ്ത ആ കുരിശിലാണ് സംഭവിച്ചത്. യഥാർത്ഥ സഭ തുടങ്ങിയത് അവിടെയാണ്. ആ മൂല്യങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക്, അടിസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ ഈ വചനം കേട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യമുള്ള കർത്താവേ, കൈയും അടിച്ച് കൈ ഉയർത്തി പശാവരത്തിലും പ്രാർത്ഥിച്ച് ഒരു വിഷയെങ്കിൽ ഏറെ ആഘോഷങ്ങൾ ഇന്നേ ദിവസം ഉണ്ടായിരിക്കാം പല സ്ഥലങ്ങളിലും. എന്നാൽ അതിനുപരിയായി, അതിനതീതമായി ആഴങ്ങളിലേക്ക് കർത്താവേ, നീ ജീവജലമൊഴുകുന്ന ജലാശയത്തിൻ്റെ ആഴത്തിലേക്ക് ചെന്ന് കർത്താവേ, അവിടെ തണുപ്പുണ്ട്, അവിടെ ദുർഘടങ്ങളുണ്ട്, ആഴമുണ്ട്. അവിടെ നല്ലപോലെ ആ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങനെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ ജീവജലം എപ്പോഴും കാണിക്കുന്ന സ്നേഹമാണല്ലോ. ആ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങനെ സ്നേഹിച്ച് ഈശോയോട് പറ്റിച്ചേർന്നിരിക്കുവാൻ, പരസ്പരം പറ്റിച്ചേർന്ന് സ്നേഹിച്ചുള്ള ജീവിതം ജീവിക്കുവാൻ കൃപ കൊടുക്കണമേ. ആദിമ സഭയിലുണ്ടായിരുന്ന ആ ചൈതന്യം കർത്താവെ വീണ്ടും കൈവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങളെ നയിക്കുന്ന മെത്രാന്മാർ, മാപ്പാപ്പ അല്ലെങ്കിൽ മറ്റ് നേതൃത്വത്തിലിരിക്കുന്നവർക്കും അനുഗ്രഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അധികാരങ്ങളും കിട്ടിയിട്ടുള്ളവർ ആ അധികാരം സേവനമാക്കി മാറ്റിക്കൊണ്ട് കർത്താവ് ഈശോ അങ്ങേക്ക് സേവനം ചെയ്തുകൊണ്ട് ധാരാളം ആളുകളെ ദൈവരാജ്യത്തിലേക്ക് അനയിക്കുന്നവരാക്കി ഇന്ന് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി സ്കൂളും കോളേജും മറ്റ് ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാതെ കുഞ്ഞാടുകളെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഈ
ദേവാലയം പുനരുദ്ധരിക്കുവാൻ, അഥവാ ഈ ഗ്രൂപ്പിനെ പുനരുദ്ധരിക്കുവാൻ, ഈ അജഗണത്തെ ആത്മാവിൽ നിറയ്ക്കുവാനുള്ള ഹൃദയവിശാലതയും ചൈതന്യവും അവർക്ക് നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങേ തിരുമാരുടത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. എനിക്ക് തന്നിരിക്കുന്ന പൗരോഹിത്യത്തിലെ അധികാരവും അനുഗ്രഹവും ഉപയോഗിച്ചുകൊണ്ട് ഞാനിപ്പോൾ അവിടെ ശിരസിൽ ആത്മന കൈകൾ വച്ച് ആശീർവദിക്കുന്നു, വിമോചിപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു, ആത്മാവിൽ നിറയ്ക്കുന്നു, പുതിയൊരു പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് നയിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.